മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് 2 വർഷം പൂർത്തിയാകുമ്പോഴും കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഭരണത്തിലേറി 2 മാസം പിന്നിട്ടപ്പോൾ കോൺഗ്രസ് വീടുകൾ വീണ്ടും വിവാദമാവുമ്പോൾ പ്രിയങ്ക ഗാന്ധി കുന്നംപറ്റ സന്ദർശിച്ച് വീട് പണി ആരംഭിച്ചു എന്ന് പ്രഖ്യാപനം നടത്തി. വീടുകൾക്കായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തിയ പണപ്പിരിവിനും 2 വർഷം തികയുകയാണ്. 2026 ജൂലൈ 30-നും കോൺഗ്രസ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി പ്രഖ്യാപിച്ച വീടുകളുടെ കാഴ്ച ഇതാണ്. 2024-ൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം രാഹുൽ ഗാന്ധി 100 വീടുകൾ പ്രഖ്യാപിച്ചു. 100 വീടുകൾ KPCC വാഗ്ദാനം ചെയ്തു. 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തു. ഈ വീടുകളുടെ പേരിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പിരിവുകൾ നടത്തി. കണക്കുകൾ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ യൂത്ത് കോൺഗ്രസ് വീടുകൾ കോൺഗ്രസ് നൽകുന്ന വീടുകൾക്ക് ഒപ്പമാക്കി. നിലവിൽ 230 വീടുകളുടെ കണക്കിൽ 101 വീടുകളാക്കി ചുരുക്കി കുന്നംപറ്റയിൽ 3.25 ഏക്കർ ഭൂമി വാങ്ങി തെരഞ്ഞെടുപ്പ് കാലം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തറക്കല്ലിട്ടു. അന്ന് പ്രഖ്യാപിച്ചത് 101 വീടുകളാണ്. ഇന്ന് ആ കണക്കും ചുരുക്കി 18 വീടുകൾ ഒരുക്കും എന്നാണ് കണക്ക്. ഭരണത്തിലേറി വീണ്ടും കോൺഗ്രസ് വീടുകൾ ചർച്ചയായപ്പോൾ പ്രിയങ്ക ഗാന്ധി കുന്നംപറ്റ സന്ദർശിച്ചു. ഫൗണ്ടേഷൻ പണികൾ ആരംഭിച്ചുവെന്ന് വരുത്തി തീർത്തു. ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് വച്ച ദുരന്തബാധിതർ കോൺഗ്രസ് വീട് നൽകുമെന്ന പ്രതീക്ഷയിൽ 2 വർഷമായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. കുന്നംപറ്റയിൽ നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.